ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ? എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. നമസ്കാരം. അറബി സാഹിത്യത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ വിവാദ നായകനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരേ സമയം ഖുർആൻ മനഃപ്പാടമാക്കിയൊരു പണ്ഡിതൻ, അതേ ശ്വാസത്തിൽ മദ്യത്തെയും ഈ ലോകത്തിലെ സുഖങ്ങളെയും കുറിച്ച് പാടിയ ഒരു കവി. അതെ, നമ്മൾ സംസാരിക്കുന്നത് അബൂ നുവാസിനെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആഴമേറിയ വൈരുദ്ധ്യങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് സഞ്ചരിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. മദ്യത്തെ പ്രകീർത്തിച്ചൊരു കവിക്ക് എങ്ങനെ ഖുർആനിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരാളാകാൻ കഴിഞ്ഞു? അല്ലേ? അറബി സാഹിത്യം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയെയും എന്നും കുഴപ്പിക്കുന്നൊരു ചോദ്യമാണിത്. അപ്പോൾ ഈയൊരു ദുരൂഹതയുടെ ചുരുളഴിക്കാനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 5 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ആദ്യം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ആ വ്യക്തിത്വത്തെക്കുറിച്ച് സംസാരിക്കും. പിന്നെ അദ്ദേഹത്തെ രൂപപ്പെടുത്തിയ ആ ബാല്യകാലം. അതിനുശേഷം ഖലീഫമാരുടെ കൊട്ടാരത്തിലെ ആ പ്രതാപകാലം. പിന്നെ അദ്ദേഹത്തിന്റെ അനശ്വരമായ കാവ്യപാരമ്പര്യത്തെക്കുറിച്ച് നോക്കും. ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ച് പശ്ചാത്താപത്തിലേക്ക് തിരിഞ്ഞ ആ അവസാന കാലഘട്ടവും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം, വൈരുദ്ധ്യങ്ങളുടെ കവി. ഒന്നാലോചിച്ചു നോക്കൂ, ഖുർആൻ മുഴുവൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ലൗകിക ജീവിതത്തിന്റെ അങ്ങേയറ്റത്തെത്താൻ കഴിഞ്ഞു? നമുക്ക് നോക്കാം. അദ്ദേഹത്തിന് പല പേരുകളുണ്ടായിരുന്നു. ചിലർ മദ്യത്തിന്റെ കവിയെന്ന് വിളിച്ചു, മറ്റു ചിലർ പ്രേമത്തിന്റെയും ആൺകുട്ടികളുടെയും കവിയെന്നും. പക്ഷേ ഇതൊക്കെയായിരുന്നോ യഥാർത്ഥ അബൂ നുവാസ്? ഒരിക്കലുമല്ല. മറുവശത്ത് അദ്ദേഹം ഖുർആൻ മനഃപ്പാടമാക്കിയ ഒരു ഹാഫിദായിരുന്നു. മതനിയമങ്ങളിൽ അഗാധജ്ഞാനമുള്ള ഒരു പണ്ഡിതൻ കൂടിയായിരുന്നു. ഈ 2 ലോകങ്ങളും ചേർന്നതായിരുന്നു ആ അസാധാരണമായ വ്യക്തിത്വം. ശരി, ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തേക്കൊന്ന് പോകാം. കാരണം ഈ ഒരു ഇരട്ട വ്യക്തിത്വത്തിന്റെ വിത്തുകൾ പാകപ്പെട്ടത് ഒരുപക്ഷെ അവിടെയായിരിക്കാം. 6-ാമത്തെ വയസ്സിൽ അദ്ദേഹം കുടുംബത്തോടൊപ്പം ബസ്രയുടെ തിരക്കുകളിലേക്ക് എത്തുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ പിതാവിനെ നഷ്ടപ്പെട്ടു. അതോടെ ഒരു സുഗന്ധദ്രവ്യ വിൽപ്പനക്കാരന്റെ സഹായിയായിട്ടാണ് ജീവിതം തുടങ്ങുന്നത്. പിന്നീട് കുത്താബ് എന്ന് പറയുന്ന അന്നത്തെ പാഠശാലയിൽ ചേർന്ന് അറിവിന്റെ ലോകത്തേക്ക് കാലെടുത്തു വെച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചത് കൂഫയിലേക്കുള്ള യാത്രയായിരുന്നു. അവിടെ വെച്ചാണ് അന്നത്തെ ഏറ്റവും പ്രഗത്ഭരായ കവികളുമായി അദ്ദേഹം ബന്ധം സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ 2ആയി പകുത്തത് ഈ 2 ഗുരുക്കന്മാരായിരുന്നു എന്ന് പറയാം. ഒരാൾ വാലിബ ഇബ്നുൽ ഹുബാബ്. അദ്ദേഹം അബൂ നുവാസിനെ മദ്യത്തിന്റെയും ലൗകികതയുടെയും കവിതാലോകത്തേക്ക് കൈപിടിച്ചുയർത്തി. എന്നാൽ രണ്ടാമത്തെയാൾ ഖലഫ് അൽ അഹ്മർ എന്ന പണ്ഡിതൻ. അദ്ദേഹത്തെക്കൊണ്ട് പൗരാണിക അറബി കവിതകളുടെ ഒരു വലിയ ശേഖരം തന്നെ മനഃപ്പാടമാക്കിച്ചു. കണ്ടില്ലേ, ഈ 2 വ്യത്യസ്ത ധാരകളും അബൂ നുവാസിൽ ഒരുമിച്ചു ചേർന്നു. അടുത്തത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രശസ്തമായ കാലഘട്ടമാണ്. അതെ, അബ്ബാസി ഖലീഫമാരുടെ കൊട്ടാരത്തിലെ ജീവിതം. ഈ കാലഘട്ടമാണ് അദ്ദേഹത്തിന് പ്രശസ്തിയും അതോടൊപ്പം തന്നെ ഒരുപാട് വിവാദങ്ങളും നേടിക്കൊടുത്തത്. വിഖ്യാതനായ ഹാറൂൻ അൽ റഷീദിന്റെ കാലത്ത് അദ്ദേഹം കൊട്ടാരത്തിലെ ഒരു ആസ്ഥാന കവിയായിരുന്നു. എന്നാൽ റഷീദിന്റെ മകൻ അൽ അമീൻ അധികാരത്തിൽ വന്നതോടെയാണ് അബൂ നുവാസിന്റെ സുവർണകാലം ശരിക്കും തുടങ്ങുന്നത്. അദ്ദേഹം വെറുമൊരു കവിയായിരുന്നില്ല, ഖലീഫയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും എന്തിനും ഏതിനും കൂടെയുള്ള ആളുമായി മാറി. ഇത് അദ്ദേഹത്തിന് അതിരുകളില്ലാത്ത ഒരു സർഗാത്മക സ്വാതന്ത്ര്യം തന്നെ നൽകി. കൊട്ടാരത്തിലെ ഈ പ്രൗഢിക്കും പ്രശസ്തിക്കുമിടയിലും അദ്ദേഹത്തിന്റെ ഹൃദയം ബസ്രയിലെ ജിനാൻ എന്നൊരു അടിമ പെൺകുട്ടിക്കായി തുടിച്ചിരുന്നു. ആ പ്രണയവും അതിലെ വിരഹവുമൊക്കെ അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായ ചില പ്രണയ കവിതകൾക്ക് ജന്മം നൽകി. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ കാവ്യപാരമ്പര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാം. നിങ്ങളുടെ പരീക്ഷകൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ, അദ്ദേഹത്തെക്കുറിച്ച് അക്കാലത്തെ മഹാന്മാർ പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ കാവ്യസമാഹാരമായ ദീവാൻ 8 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മദ്യത്തെക്കുറിച്ചുള്ള ഖംരിയാത്ത്, പ്രണയത്തെക്കുറിച്ചുള്ള ഗസൽ, രാജാക്കന്മാരെ പുകഴ്ത്തുന്ന മദ്, ശത്രുക്കളെ കളിയാക്കുന്ന ഹിജാ, വിലാപകാവ്യങ്ങളായ റിസാ, ശാസനാരൂപത്തിലുള്ള ഇദാബ്, പരിത്യാഗത്തെക്കുറിച്ചുള്ള സുഹ്ദിയാത്ത്, പിന്നെ നായാട്ടിനെക്കുറിച്ചുള്ള ത്വർദ്. ഈയൊരു വൈവിധ്യം അതുതന്നെയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. പ്രമുഖ പണ്ഡിതനായ ഇബ്നുൽ മുഅത്തസ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതെന്താണെന്ന് നോക്കൂ.
അബുനുവാസ് മതവിധിയിലും നിയമങ്ങളിലും അറിവുള്ളൊരു പണ്ഡിതനായിരുന്നു. ഹദീസുകളെക്കുറിച്ച് ആഴത്തിൽ ജ്ഞാനമുള്ളവനായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന് അക്കാലത്ത് ലഭിച്ച ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. ഇനി അറബി സാഹിത്യത്തിലെ അധികായനായ അൽ ജാഹിൽ പറഞ്ഞതോ, അബുനുവാസിനേക്കാൾ ഭാഷയിൽ അറിവുള്ള മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ മാധുര്യവും മൗലികതയും അത് ശരിക്കും അതുല്യമായിരുന്നു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാം അദ്ദേഹത്തിന്റെ ഭാഷാപരമായ കഴിവുകൾ എത്രത്തോളം വലുതായിരുന്നുവെന്ന്. അദ്ദേഹത്തിന്റെ ഏറ്റവും ധീരമായ, ഒരുപക്ഷെ ഏറ്റവും വിവാദപരമായ കാവ്യപരീക്ഷണം ഇതായിരുന്നു. പരമ്പരാഗതമായി സ്ത്രീ സൗന്ദര്യത്തെ വർണ്ണിച്ചിരുന്ന പ്രണയ കവിതകളിലേക്ക് അദ്ദേഹം പുരുഷ സൗന്ദര്യത്തിന്റെ വർണ്ണനകൾ കൊണ്ടുവന്നു. അറബി കവിതയിലെ ഈ വിപ്ലവകരമായ മാറ്റം അന്നത്തെ സാമൂഹിക വ്യവസ്ഥയോടുള്ള ഒരു വെല്ലുവിളി കൂടിയായിരുന്നു. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഈ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാന അധ്യായത്തിലേക്ക് കടക്കുകയാണ്. പശ്ചാത്താപത്തിന്റെയും പരിത്യാഗത്തിന്റെയും കാലം. ഇവിടെ നമ്മൾ തുടങ്ങിയ അതേ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ പശ്ചാത്താപ വരികളിൽ ഒന്നാണിത്. നാഥ, എന്റെ പാപങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ പോലും നിന്റെ കാരുണ്യം അതിനേക്കാൾ എത്രയോ വലുതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പാപങ്ങളെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുമ്പോഴും ആ കാവ്യഭംഗിക്ക് ഒരു കുറവും വരുന്നില്ല. ഈ വരികൾ കേട്ടുനോക്കൂ, എത്ര ഹൃദയസ്പർശിയാണിത്. ദൈവമേ, ഞാൻ സ്വർഗത്തിന് യോഗ്യനല്ല, നരകാഗ്നിയെ സഹിക്കാൻ എനിക്ക് ശക്തിയുമില്ല. അതിനാൽ എനിക്കൊരു പശ്ചാത്താപം നൽകണമേ, എന്റെ പാപങ്ങൾ പുറത്തു തരണമേ. നീയാണല്ലോ ഏറ്റവും വലിയ പാപങ്ങൾ പോലും പൊറുക്കുന്നവൻ. അദ്ദേഹത്തിന്റെ ജീവിതകഥയ്ക്ക് ഇതിലും ശക്തമായ ഒരു പരിസമാപ്തി നൽകാനാവില്ല. അപ്പോൾ ആരായിരുന്നു യഥാർത്ഥ അബൂനുവാസ്? ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച ഒരു പാപിയായിരുന്നോ അദ്ദേഹം? അതോ ഏതു വിഷയം കൊടുത്താലും അതിൽ ഒരുപോലെ തിളങ്ങാൻ കഴിവുള്ള ഒരു മഹാകവിയായിരുന്നോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് ഒരുപക്ഷെ നിങ്ങളാണ്. എന്തായാലും ഒന്നുറപ്പാണ്, അറബി സാഹിത്യമുള്ള കാലത്തോളം അബൂനുവാസ് എന്ന ഈ പ്രതിഭാസം എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.